അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രാസ ലഹരിയും അതോടൊപ്പം നിരോധിക്കപ്പെട്ട മനുഷ്യരുടെ തലച്ചോറുകളെ ഇല്ലാതാക്കുന്ന ഈ ലഹരി വസ്തുക്കളെയാണ്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഒന്നായി കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊന്നായി തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. KSU നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടക ജാഥ അവസാനിപ്പിക്കുക. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റായ സന്ദേശം ക്യാമ്പസുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നില അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശക്തമായിട്ടുള്ള നടപടി ഇതിനെതിരെ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഇന്നലെ പൂർണ്ണമായും അതിന്റെ രാഷ്ട്രീയ മാനത്തിൽ നിന്ന് കളമശ്ശേരി പോളിൽ രാഷ്ട്രീയ മാനം കൊടുത്തു തുടങ്ങിയ ചർച്ചയെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സാമൂഹ്യ കാരണങ്ങളിലേക്ക് മാറ്റി രാഷ്ട്രീയമായി പൂർണ്ണമായും KSU പ്രതിരോധത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും അതിൽ നിന്ന് പിന്തിരിഞ്ഞോടി. ഇന്നലെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലാണ് മാതൃഭൂമി ചാനൽ. മാതൃഭൂമി ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. ഉച്ചക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പങ്കെടുക്കണം. സ്വാഭാവികമായി പ്രശ്നം കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ തിരികെ വരേണ്ടതുണ്ട് എന്ന് ചോദിച്ചപ്പോ എന്തായാലും പങ്കെടുക്കണം. അപ്പോ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം അന്വേഷിച്ച് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറയാ ഞങ്ങൾ ആ വിഷയം മാറ്റി. മാനേജ്മെന്റ് പറഞ്ഞു അത്രേ അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ ഇനി അന്വേഷിക്കണ്ട, പകരം നമുക്ക് അതിന്റെ സാമൂഹ്യ കാരണങ്ങളിലേക്ക് പോവാം. ബെസ്റ്റ്. കേരളത്തിൽ മാതൃഭൂമി എന്ന ചാനൽ എടുത്ത നിലപാടാണ്. എല്ലാ പത്രങ്ങളിലും സമാനമായി തന്നെയാണ് ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പത്രങ്ങളിലും ആ നിലയിൽ തന്നെ എങ്ങനെയൊക്കെ SFI എന്ന പേര് വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ അത് നിലനിർത്തിയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പേര്, പ്രത്യേകിച്ച് KSUവിന്റെ പേര് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് നല്ലപോലെ ധാരണയും അവർക്കുണ്ടായി എന്നുള്ളതാണ്. ഇന്നും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അത് കൂടുതലായി ഇവിടെ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നിലപാട് നിങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയും, ഞങ്ങൾ ഇത് ഈ നിലയിൽ തന്നെ KSUവിനെതിരെയുള്ള ഒരു ക്യാമ്പയിനായി മാറുകയാണ്. KSU എന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനെ ഒരു ഘട്ടത്തിലും സോഷ്യൽ ഓഡിറ്റിന് പോലും വെക്കാതെ ഇവരെ പൂർണ്ണമായും ശരിവെക്കുന്ന ഈ തെറ്റായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സംഘത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്, കലാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. ഇവർക്ക് കിട്ടുന്ന പരിലാളനയും സംരക്ഷണവും പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന VD സതീഷിന്റെ വാക്ക് കൃത്യമായി ചേരുക അദ്ദേഹത്തിന്റെ പാട്രണേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന KSUവിനാണ്. KSU ആണ് ഇന്നത് ആ സംരക്ഷണം നേടിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുന്നിലും ശരിയായ വാർത്തയിൽ ശരിക്കും സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്ന വാർത്തയിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ അങ്ങേയറ്റം പ്രതിഷേധത്തോടുകൂടി അപലപിക്കുകയാണ്. അപ്പൊ ഈ നിലയിൽ ഇപ്പൊ ഏറ്റവും അവസാനം മഹാരാജാസിൽ വന്നിട്ടുള്ള ഈ വിഷയം ഉൾപ്പെടെ ആ നിലയിൽ തന്നെ കാണുന്നു. ഇന്നിപ്പോ രാവിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അനുരാജ് അയാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷപാതമൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അനുരാജിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. അനുരാജ് മുഴുവൻ സമയവും KSU പ്രവർത്തകരോട് ചെലവഴിക്കുന്ന ആളുകളാണ്. ഈ KSU പ്രവർത്തകരാണല്ലോ ഇതിന്റെ റാക്കറ്റ്. അതോടൊപ്പം മറ്റൊരു ഫോട്ടോ ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇവരെല്ലാം കൂട്ടം കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കണം. എന്റെ ഫോണിൽ നിന്ന് തപ്പിയെടുക്കേണ്ടതുണ്ട്. ആ ഫോട്ടോ യഥാർത്ഥത്തിൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ. ഇവരെല്ലാവരും വട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോ, കയ്യിൽ ഈ കഞ്ചാവ് ചുരുട്ടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോ ആണ്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആരും എവിടെയും പറഞ്ഞതായി കണ്ടിട്ടില്ല. ഞങ്ങൾ പിന്നീടാണ് അതിന്റെ സൂക്ഷ്മാർത്ഥത്തിൽ അന്വേഷിച്ച് നോക്കുമ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേരളത്തിൽ മുഴുവൻ KSU നേതാക്കന്മാരും ചുറ്റും ഇരിക്കുന്ന ഘട്ടത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കഞ്ചാവ് ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. നോക്കൂ, ഈ കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ അവരെ പൂർണ്ണമായും ന്യായീകരിച്ച് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ പൂർണ്ണമായും അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നതും അതോടൊപ്പം തന്നെ അവരെ ന്യായീകരിക്കുന്ന നിലപാടുമാണ് ഈ വലതുപക്ഷ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും മാധ്യമങ്ങൾ എടുക്കുന്നത്. ഇതിൽ നിന്നും പിന്തിരിയണം. ചില മാധ്യമങ്ങൾ അതിൽ മാന്യത കാണിച്ചിട്ടുണ്ട്. ചിലർ ഇന്ന് KSU മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കിട്ടിയ മർദ്ദനവുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചിലർ അതിനെ തിരസ്കരിക്കുന്ന സ്ഥിതി ഉണ്ടായി. മനോരമക്കൊന്നും ഇപ്പോഴും നേരം കൊടുത്തിട്ടില്ല. മനോരമ ഇപ്പോഴും ആ ആദ്യ വാർത്തയിൽ തന്നെ നിന്ന് അതിൽ നിന്ന് തളം വെച്ച് എങ്ങനെയൊക്കെ ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കാം എന്നുള്ള പരീക്ഷണം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അജണ്ടയില്ല, ഞങ്ങൾക്ക് പക്ഷപാതപരമായ നിലപാടില്ല എന്ന വായ്ത്താരികൾ